ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് കാണാൻ പോകുന്നത് ഒരു ബിഗ്നർ സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, എനിക്ക് 100% ഉറപ്പാണ്. വളരെ സിമ്പിളാണ്, 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബ്രഷ് വേണ്ട, സ്പോഞ്ച് വേണ്ട, സ്പ്രേ പെയിൻറ്റ് വേണ്ട. പിന്നെ എന്തുകൊണ്ടാണിത് ചെയ്യുന്നതല്ലേ, അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫുള്ള് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറും യെല്ലോ കളറും അക്രിലിക് പെയിൻ്റാണ്. പിന്നെ നമ്മൾ ഗ്രീൻ അക്രിലിക് കളറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിംഗർ ടിപ്പ് കൊണ്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. യെല്ലോ പെയിൻറ്റും വൈറ്റ് പെയിൻറ്റും നമ്മൾ ഫിംഗർ ടിപ്പിൽ ഒരുമിച്ചെടുക്കുകയാണ്. ആദ്യം യെല്ലോയിൽ ഡിപ്പ് ചെയ്യാം, പിന്നെ വൈറ്റിൽ ഡിപ്പ് ചെയ്യാം, തിരിച്ചും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 പെയിൻ്റ് ഉണ്ട്. ഇപ്പോൾ വിരൽ വെച്ചിട്ട് നമ്മൾ താഴേക്കൊരു സ്ട്രോക്ക് ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഫ്ലവറിൻ്റെ സെൻറ്റർ അറിയാം. അപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൻ്റെ ഭാഗത്തിലേക്ക് ബാക്കി പെറ്റൽസൊക്കെ വരുന്ന രീതിയിൽ സ്ട്രോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് ബോട്ടിലിൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അത്ര ഒരു തിക്നെസ് ഇല്ലാത്ത പോലെ. മാത്രമല്ല നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഡ്രൈ ആയിട്ട് അതിന് മുകളിൽ ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ വിരൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ഫസ്റ്റ് പെറ്റൽസൊക്കെ ചെയ്തത് അതുപോലെ തന്നെ നമുക്ക് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലവറിന് കുറച്ചും കൂടെ ഒരു കട്ടിയൊക്കെ വരും. ഇപ്പോൾ നമ്മളിതിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്റർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് അക്രിലിക് പെയിൻ്റാണ് കേട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. ചുമ്മാ ഓറഞ്ച് പെയിൻ്റ് എടുത്തിട്ട് ജസ്റ്റ് സെൻറ്ററിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് മിക്സ് ചെയ്തിട്ടോ യെല്ലോ ആയിട്ട് മിക്സ് ചെയ്തിട്ടോ ചെയ്യാം. പക്ഷേ ഞാനിവിടെ പ്ലെയിൻ ഓറഞ്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഫുള്ള് ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ലീവ്സ് കൊടുക്കാൻ പോവാണ് ഒരു ഫ്ലവറിന് ചുറ്റുമായിട്ട്. അതിനുവേണ്ടി ഞാൻ ഗ്രീൻ കളറും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പെറ്റലിൻ്റെ സ്ട്രോക്ക് മേലേന്ന് താഴത്തേക്കല്ല ചെയ്തത്, ഇത് അതുപോലെ ഫ്ലവറിൻ്റെ അടുത്തുനിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഓരോ സ്ട്രോക്സ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീവ്സ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കുറേ ലീവ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവറിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യുകയാണ്. ലീവ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യുന്ന രീതിയിൽ തണ്ടുകൾ ഇങ്ങനെ വിരൽ വെച്ച് നീളത്തിൽ തന്നെ വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം. അതൊക്കെ നിങ്ങളുടെ ഒരു താല്പര്യം പോലെ ചെയ്താൽ മതി. ഞാൻ എന്തായാലും തണ്ടൊക്കെ ഒന്ന് വരച്ചു കൊടുത്ത് നോക്കുന്നുണ്ട്, നമുക്ക് നോക്കാം ഭംഗിയാവോ ഇല്ലയോ എന്നുള്ളത്. ഇത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 1 സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ്. വളരെ എളുപ്പമാണ്, കൈവച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കൺട്രോൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള വീഡിയോസ് കാണാനാണോ കൂടുതൽ ഇഷ്ടം, അതോ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഏതൊക്കെ ടൈപ്പ് ക്രാഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ ഫീഡ്ബാക്ക് തരുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് നല്ല വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റൂ. എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കുറേ പേര് ഒരുപാട് വീഡിയോ സജഷൻസ് തന്നിട്ടുണ്ട്, അതിലൊരുപാട് സന്തോഷം. എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ റിക്വസ്റ്റ് ഏത് വീഡിയോയ്ക്കാണോ വരുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ചാനൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ സജഷൻസാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളതൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ മാത്രമല്ലേ നമുക്കത് മനസ്സിലാക്കാനും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ. നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതണു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹാപ്പി. ബൈ.